നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 15/7/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഫോർ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 194/2024 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 35,600 രൂപ മുതൽ 75,400 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 2 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാൻ സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതായിരിക്കും. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതായിരിക്കും. ക്വാളിഫിക്കേഷനിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിലാദ്യമായി വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി, അതിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2nd ക്ലാസ് എങ്കിലും പാസ്സായിരിക്കേണ്ടതാണ്. ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം അടുത്ത ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ കെമിസ്ട്രി, അതിലും അറ്റ്ലീസ്റ്റ് 2nd ക്ലാസ് എങ്കിലും നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് കാൻഡിഡേറ്റ് ആണോ ഫുഡ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ ഉള്ളത് അവർക്ക് പ്രിഫറൻസ് നൽകുന്നതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം ഡിഫൻസ് ഫുഡ് റിസർച്ച് ലബോറട്ടറി അണ്ടർ ദി യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂർ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഫ്രം UGC ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടേതോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് കേരളയുടേതോ, ഈ പറയുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ UGC റെക്കഗ്നൈസ്ഡുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഫുഡ് ആൻഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പിന്നെ ഈ ക്വാളിഫിക്കേഷനിൽ ഡിസൈറബിളായ ഒരു ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്പീരിയൻസ് ഇൻ അനാലിസിസ് ഓഫ് ഫുഡ് എന്ന് പറയുന്ന
ജോലിയിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായി കാണിക്കാവുന്നതാണ്. അതുകൊണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമായും ചോദിച്ചിട്ടുള്ള ഉള്ളവർക്ക് കാണിക്കാമെന്ന് മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ തസ്തികയ്ക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പ്രീവിയസ് ഇയറിൽ, അതായത് ഇതിനു മുമ്പ് ഈ തസ്തിക വിളിച്ച സമയത്ത് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷനുകളാണ് പറയുന്നത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതിലാദ്യമായി വരുന്നത് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജീന് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി പ്രീവിയസ് ഇയറിൽ സെലക്ട് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിലാദ്യമായി വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി. രണ്ടാമതായി വരുന്നത് BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പാസ്സായിട്ടുള്ളവരാണെങ്കിലും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് BSc കെമിസ്ട്രിയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായോ ഇതേ തസ്തികയ്ക്ക് പ്രീവിയസ് ഇയറിൽ സെലക്ട് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് BSc പോളിമർ കെമിസ്ട്രി, രണ്ടാമതായി വരുന്നത് BSc ഫുഡ് ടെക്നോളജി, മൂന്നാമതായി വരുന്നത് BTech ഫുഡ് ടെക്നോളജി. ഈ പറയുന്ന ഏതെങ്കിലും കോഴ്സ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് അല്ലാതെ വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഈ തസ്തികയ്ക്ക് ഈക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷനായി വരുന്നത് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത്, അതായത് BSc കെമിസ്ട്രിക്കാണ് കൊടുത്തിരിക്കുന്നത് MSc കെമിസ്ട്രി. അഞ്ചാമതായി വരുന്നത് MSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, MSc ഫുഡ് അല്ലെങ്കിൽ ഡയബറ്റീസ് ആൻഡ് ന്യൂട്രീഷൻ. ഏഴാമതായി വരുന്നത് MSc ഫുഡ് ടെക്നോളജി. എട്ടാമതായി വരുന്നത് MSc ഫുഡ് സയൻസ്. ഒൻപതാമതായി വരുന്നത് MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ പറയുന്ന കോഴ്സുകളിൽ ഏതെങ്കിലും കോഴ്സ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇതല്ലാതെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഇതിന് ഇക്വലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ വരുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ പറയുന്ന 9 കോഴ്സുകളും ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/8/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.